ഈശോയിൽ സ്നേഹവന്ദനം. ജയലോകസ് 316 സ്വാഗതം. ദിസ് ഇസ് ജോസഫ്. ന്യായാധിപന്മാർ 9 ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ കർത്താവിൻ്റെ സമാധാനപരമായ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. അധ്യായത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും ഗഹനമായ സന്ദേശങ്ങളും വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം തേടി പ്രാർത്ഥനയുടെ ഒരു നിമിഷത്തിൽ ആയിരിക്കാം. ദൈവദിനം മനസ്സിലാക്കുന്നതിനുള്ള നമ്മുടെ കൂട്ടായ യാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമുക്കൊരുമിച്ച് ന്യായാധിപന്മാർ 9 വിവരണത്തിൽ സങ്കീർണമായി ഇഴചേർന്ന ജ്ഞാനത്തിൻ്റെ പാളികൾ അഴിക്കാം. മൂന്ന് വർഷം ഭരിച്ച മുൾപ്പടർപ്പ് രാജാവായിരുന്നു അബീമേലെക്ക്. അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നുചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. ന്യായാധിപന്മാർ 9:15. ന്യായാധിപന്മാർ 9 ഒരു ആമുഖം. ന്യായാധിപന്മാർ 9 യോത്താം അവതരിപ്പിച്ച ഒരു മുൾപടർപ്പിനോട് അബീമേലെക്കിനെ ഉപമിച്ചിരിക്കുന്നു. മുള്ളുള്ളതും താഴ്ന്നതുമായി കുറ്റിച്ചെടിയായ മുൾപടർപ്പ് അധികാരത്തിലേക്കുള്ള അബീമേലെക്കിൻ്റെ അവസരവാദപരവും നാശകരവുമായ ഉയർച്ചയെ പ്രതിനിധീകരിക്കുന്നു. മുൾപടർപ്പ് പോലെ അബീമേലെക്കിന് കുലീനമായ നേതൃത്വത്തിൻ്റെ ഗുണങ്ങളില്ല. പകരം സ്വയം സേവിക്കുന്ന രീതിയിൽ അധികാരം തേടുന്നു. ഒരു പ്രതീകമായി മുൾപ്പടർപ്പ് തിരഞ്ഞെടുക്കുന്നത് അബീമേലെക്കിൻ്റെ ഭരണത്തിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഊന്നി പറയുന്നു. കൂടുതൽ മാന്യനായ ഒരു നേതാവിന് സമാനമായ പിന്തുണയും സ്ഥിരതയും നൽകുന്നതിന് പകരം ദോഷവും അരാജകത്വവും ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവണത ഉയർത്തിക്കാട്ടുന്നു. ധാർമ്മിക അടിത്തറയില്ലാതെ അധികാരം പിന്തുടരുന്നതിൻ്റെ അനന്തരഫലങ്ങളെ അടിവരയിടാൻ ന്യായാധിപന്മാർ 9 ഈ രൂപകം സഹായിക്കുന്നു. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 9 അധ്യായം 1 വാക്യത്തിൽ പരാമർശിക്കുന്ന ജെറുബ്ബാലിൻ്റെ പുത്രൻ ആര്? ജെറുബ്ബാലിൻ്റെ പുത്രൻ ആര് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം അബീമേലെക്ക്. അബീമേലെക്കാണ് ജെറുബ്ബാലിൻ്റെ പുത്രൻ. രണ്ടാമത്തെ ചോദ്യം, ആരോട് പറഞ്ഞു? ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ആരോട് പറഞ്ഞു? ഉത്തരം അബീമേലെക്ക് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും ന്യായാധിപന്മാർ 9:1 പറയുന്നു. മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ജെറുബ്ബാലിൻ്റെ പുത്രനായ അബീമേലെക്ക് ഡാഷിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു. ന്യായാധിപന്മാർ 9:1. അബീമേലെക്ക് ഡാഷിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു. അതിൻ്റെ ഉത്തരം ഷെക്കേമിൽ ചെന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, അവരുടെ ഹൃദയം അബീമേലെക്കിലേക്ക് ചാഞ്ഞു. ന്യായാധിപന്മാർ 9:3. അവരുടെ ഹൃദയം അബീമേലെക്കിലേക്ക് ചാഞ്ഞു. ന്യായാധിപന്മാർ 9:3. ആരുടെ ഹൃദയമാണ് ഇങ്ങനെ ചാഞ്ഞത്? അതിൻ്റെ ഉത്തരം ഷെക്കേം നിവാസികളുടെ ഹൃദയമാണ് ഇങ്ങനെ ചാഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം, ബാൽ-ബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി നാണയം ഷെക്കേം നിവാസികൾ അബീമേലെക്കിന് കൊടുത്തു? ഷെക്കേം നിവാസികൾ അബീമേലെക്കിന് എത്ര വെള്ളി നാണയങ്ങളാണ് ബാൽ-ബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തത്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 70 വെള്ളി നാണയമാണ്. ന്യായാധിപന്മാർ 9:4 പറയുന്നു 70 വെള്ളി നാണയം. അടുത്ത ചോദ്യം 6, അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി. ന്യായാധിപന്മാർ 9:5. ആരാണ് കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കിയത്? ന്യായാധിപന്മാർ 9 അധ്യായം 5 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. അതിൻ്റെ ഉത്തരം അബീമേലെക്കാണ് ഇങ്ങനെ ചട്ടമ്പികളെ കൂടെ കൂട്ടിയത്. അടുത്ത ചോദ്യം 7, ന്യായാധിപന്മാർ 9:5 അനുസരിച്ച് ഓഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയത് ആരാണ്? ന്യായാധിപന്മാർ 9:5 പറയുന്നതാണ്. അതിൻ്റെ ഉത്തരം അബീമേലെക്കാണ് പിതൃഭവനത്തിലേക്ക് പോയത്, ഓഫ്രയിലുള്ള. എട്ടാമത്തെ ചോദ്യം, അബീമേലെക്കിൻ്റെ എത്ര സഹോദരന്മാർ ഒരേ കല്ലിൽ വെച്ച് കൊല്ലപ്പെട്ടു?
അബിമേലെക്കിൻ്റെ എത്ര സഹോദരന്മാർ ഒരേ കല്ലിൽ വെച്ച് കൊല്ലപ്പെട്ടു? അതിൻ്റെ ഉത്തരം 70 പേർ. ന്യായാധിപന്മാർ 9:5. 70 പേരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് ഒരേ കല്ലിൽ വെച്ച്. 9ാമത്തെ ചോദ്യം, യോത്താം തൻ്റെ സഹോദരന്മാർക്കെതിരായ ആക്രമണത്തെ അതിജീവിച്ചത് എങ്ങനെ? യോത്താം തൻ്റെ സഹോദരന്മാർക്കെതിരായ ആക്രമണത്തെ അതിജീവിച്ചത് എങ്ങനെ? ഇതാണ് 9ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഒളിച്ചിരുന്നുകൊണ്ട്. ന്യായാധിപന്മാർ 9:5. ഒളിച്ചിരുന്നുകൊണ്ടാണ് യോത്താം ഇങ്ങനെ രക്ഷപ്പെട്ടത്. 10ാമത്തെ ചോദ്യം, അബീമേലെക്കിൻ്റെ സഹോദരങ്ങളുടെ കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? അബീമേലെക്കിൻ്റെ സഹോദരങ്ങളുടെ കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? അതിൻ്റെ ഉത്തരം ഓഫ്രയിലാണ്. ന്യായാധിപന്മാർ 9:5. ഓഫ്രയിൽ വെച്ചാണ് ഇങ്ങനെ കൂട്ടക്കൊല നടന്നത്. ന്യായാധിപന്മാർ 9:5. 11ാമത്തെ ചോദ്യം, ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും പൗരന്മാർ ആരെയാണ് രാജാവാക്കിയത്? ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും പൗരന്മാർ ആരെയാണ് രാജാവാക്കിയത്? ഉത്തരം അബീമേലെക്കിനെ. ന്യായാധിപന്മാർ 9:6. അബീമേലെക്കിനെയാണ് രാജാവാക്കിയത്. അടുത്ത ചോദ്യം 12. അബീമേലെക്കിനെ രാജാവ് വാഴിച്ചത് ഏത് സ്ഥലത്തെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ചായിരുന്നു? ഒരു ഓക്കുമരത്തിൻ്റെ സമീപമായിരുന്നു നമ്മൾ വായിക്കുന്നു. അത് ഏത് സ്ഥലത്തുള്ള സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരമായിരുന്നു? അതിൻ്റെ ഉത്തരം ഷെക്കേമിലെ അത് ന്യായാധിപന്മാർ 9:6 പറയുന്നു. അടുത്ത ചോദ്യം 13. അബീമേലെക്കിനെ രാജാവാക്കിയ വാർത്ത കേട്ടപ്പോൾ യോത്താം എവിടേക്ക് പോയി? എവിടേക്കാണ് യോത്താം പോയത് അബീമേലെക്കിനെ രാജാവാക്കിയ വാർത്ത കേട്ടപ്പോൾ? അതിൻ്റെ ഉത്തരം ഗെരിസിം മലയുടെ മുകളിലേക്ക്. ന്യായാധിപന്മാർ 9:7. ഗെരിസിം മലയുടെ മുകളിലേക്കാണ് യോത്താം പോയത്. ന്യായാധിപന്മാർ 9:8 അനുസരിച്ച് ആരെയാണ് തങ്ങളുടെ രാജാവായി ആദ്യം അഭിഷേകം ചെയ്യാൻ വൃക്ഷങ്ങൾ ആഗ്രഹിച്ചത്? 14ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 9:8 അനുസരിച്ച് ആരെയാണ് തങ്ങളുടെ രാജാവായി ആദ്യം അഭിഷേകം ചെയ്യാൻ വൃക്ഷങ്ങൾ ആഗ്രഹിച്ചത്? അതിൻ്റെ ഉത്തരം ഒലിവ് മരത്തെയാണ് ഇങ്ങനെ രാജാവായി അഭിഷേകം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അവർ ആഗ്രഹിച്ചത്. 15ാമത്തെ ചോദ്യം, രാജാവാകാൻ ആഗ്രഹിക്കാത്തതിന് ഒലിവ് മരം പറഞ്ഞ കാരണം എന്താണ്? രാജാവാകാൻ ആഗ്രഹിക്കാത്തതിന് ഒലിവ് മരം പറഞ്ഞ കാരണം എന്താണ്? ഒലിവ് മരം ഒരു കാരണം പറയുന്നുണ്ട് രാജാവാകാൻ ആഗ്രഹമില്ല എന്നുള്ളതിന്. അത് എന്താണെന്നാണ് ചോദ്യം. 15ാമത്തെ ചോദ്യം. ഉത്തരം തൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. തൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ താല്പര്യമില്ല. ന്യായാധിപന്മാർ 9:9. 16ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 9-ൽ രാജാവാക്കാൻ വൃക്ഷങ്ങൾ രണ്ടാമതായി സമീപിച്ച വൃക്ഷം ഏതാണ്? വൃക്ഷങ്ങൾ വേറൊരു വൃക്ഷത്തെ സമീപിക്കുന്ന രണ്ടാമതായിട്ട് അത് ഏത് വൃക്ഷമാണ് എന്നാണ് ന്യായാധിപന്മാർ 9 അനുസരിച്ചുള്ള ചോദ്യം. അത്തിമരം ആണ് ഉത്തരം. ന്യായാധിപന്മാർ 9:10. അത്തിമരം. രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? ഇത് ഏത് മരമാണ് ഇങ്ങനെ ചോദിച്ചത്? 17ാമത്തെ ചോദ്യം. രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? ഏത് മരമാണ് ഇങ്ങനെ ചോദിച്ചത്? ഉത്തരം അത്തിമരമാണ് ഇങ്ങനെ പറഞ്ഞത്. അത്തിമരം. ന്യായാധിപന്മാർ 9:11. അത്തിമരം. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു ഡാഷ്. 18ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു ഡാഷ്. അതിൻ്റെ ഉത്തരം നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. ന്യായാധിപന്മാർ 9:12. നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. 19ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 9-ൽ പരാമർശിച്ചിരിക്കുന്ന വൃക്ഷങ്ങളിലും ചെടികളിലും ഉൾപ്പെടാത്തത് ഏതാണ്? ഒലിവ്, അത്തി, മുന്തിരി, തേക്ക്, മുൾപ്പടർപ്പ്. ഇതിലേതാണ് ന്യായാധിപന്മാർ 9-ൽ പരാമർശിച്ചിരിക്കുന്ന വൃക്ഷങ്ങളിലും ചെടികളിലും ഉൾപ്പെടാത്തത്? അതിൻ്റെ ഉത്തരം തേക്ക്. ഈ ചാപ്റ്ററിലെ ഈ അധ്യായത്തിൽ പറയപ്പെടുന്നില്ല അതിനെക്കുറിച്ച്. അടുത്ത ചോദ്യം.
നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. ന്യായാധിപന്മാർ 9:15. ആരോട് പറഞ്ഞു? നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അതിൻ്റെ ഉത്തരം മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറയും. മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞതാണിത്. അടുത്ത ചോദ്യം 21. അധ്യായവും വാക്യം സൂചിപ്പിക്കുക. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബീമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബീമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അധ്യായം വാക്യം സൂചിപ്പിക്കുക. ന്യായാധിപന്മാർ 9:19 ഇങ്ങനെ പറയുന്നത്. ന്യായാധിപന്മാർ 9:19. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. അല്ലാത്ത പക്ഷം ഡാഷിൽ നിന്ന് തീ ഇറങ്ങി ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ന്യായാധിപന്മാർ 9:20. അല്ലാത്ത പക്ഷം ഡാഷിൽ നിന്ന് തീ ഇറങ്ങി ഷെക്കേമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. അബീമേലെക്കിൽ നിന്ന്. ഉത്തരം അതാണ്. അബീമേലെക്കിൽ നിന്ന് ആണ് തീ ഇറങ്ങട്ടെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. യോത്താം സഹോദരനായ അബീമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെ ചെന്ന് താമസിച്ചു? യോത്താം സഹോദരനായ അബീമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെ ചെന്ന് താമസിച്ചു? എവിടെ ചെന്നാണ് ഭയന്ന് പലായനം ചെയ്ത് യോത്താം താമസിക്കുന്നത്? അതിൻ്റെ ഉത്തരം ബേറിൽ. ന്യായാധിപന്മാർ 9:21. ബേറിലാണ് അദ്ദേഹം ചെന്ന് താമസിച്ചത്. 24-ാമത്തെ ചോദ്യം. അബീമേലെക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? അബീമേലെക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത് അബീമേലെക്ക് എന്നാണ് ചോദ്യം. 24-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 3 വർഷം. ന്യായാധിപന്മാർ 9:22. 3 വർഷമാണ് അബീമേലെക്ക് ഭരിച്ചത്. Hope you like the content of this video. Kindly subscribe to the channel if not done so. അബീമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം അയച്ചത് ആരെയാണ്? 25-ാമത്തെ ചോദ്യം. അബീമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം അയച്ചത് ആരെയാണ്? ഇങ്ങനെ ഇവരുടെ ഇടയിലേക്ക് ദൈവം അയച്ചത്? അതിൻ്റെ ഉത്തരം ഒരു ദുരാത്മാവിനെയാണ് അയക്കുന്നത്. ന്യായാധിപന്മാർ 9:23 പ്രകാരം ഒരു ദുരാത്മാവിനെ. അടുത്ത ചോദ്യം 26. ആരോട് പറഞ്ഞു? മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ന്യായാധിപന്മാർ 9:36. മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ആരോട് പറഞ്ഞു? ഇത് ന്യായാധിപന്മാർ 9:36 വായിക്കുന്നത്. അതിൻ്റെ ഉത്തരം സെബൂൾ ഗാലിനോട് പറഞ്ഞു. അടുത്ത ചോദ്യം 27. ഒരുവൾ എന്തെറിഞ്ഞ് അബീമേലെക്കിൻ്റെ തലയോട് ഉടച്ചു എന്നാണ് ന്യായാധിപന്മാർ 9:53 പറയുന്നത്. ഒരുവൾ എന്തെറിഞ്ഞ് അബീമേലെക്കിൻ്റെ തലയോട് ഉടച്ചു എന്നാണ്. ഉത്തരം തിരികല്ലിൻ പിള്ള ആണ് എറിഞ്ഞ് തലയെ ഉടയ്ക്കുന്നത്. 28. അബീമേലെക്ക് മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞ വാക്യം ഉദ്ധരിക്കുക. എന്താണ് അബീമേലെക്ക് അവസാനമായിട്ട് പറഞ്ഞത്? ഇതിൻ്റെ ഉത്തരം ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിൻ്റെ വാൾ ഊരി എന്നെ കൊല്ലുക. ന്യായാധിപന്മാർ 9:54. വാൾ ഊരി എന്നെ കൊല്ലുക എന്നാണ് ദാസനോട് പറയുന്നത്. 29. ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു. അധ്യായം വാക്യം ഉദ്ധരിക്കുക. ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു. അധ്യായം വാക്യവും ഉദ്ധരിക്കുക. 9-ാം അധ്യായത്തിലെ ഏത് വാക്യമാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ന്യായാധിപന്മാർ 9:57. 9:57 ഈ വാക്യം. 30-ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിലെ ശീർഷകം എന്ത്? ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിലെ ശീർഷകം നമുക്കറിയാം. ഒരു ശീർഷകമേ ഉള്ളൂ ഇതിനകത്ത്. ആ ശീർഷകം എന്താണ് എന്നാണ് ഈ 30-ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിലെ ശീർഷകം. ഉത്തരം അബീമേലെക്ക് എന്നാണ് അതിൻ്റെ ഉത്തരം.
നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാബേലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? ന്യായാധിപന്മാർ 9:16. Hope you have enjoyed this quiz. ന്യായാധിപന്മാർ 9 ഉൾക്കാഴ്ചകൾ. വഞ്ചനയുടെയും അക്രമത്തിൻ്റെയും ദാരുണമായ അനന്തരഫലങ്ങൾ ചിത്രീകരിക്കുന്ന അധാർമിക നേതൃത്വത്തിൻ്റെ ആപത്തുകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി ഈ അധ്യായം പ്രവർത്തിക്കുന്നു. അബിമേലെക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിക്കുകയും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അനുസരണക്കേടിൻ്റെ ചക്രങ്ങളുടെ ആവർത്തിച്ചുള്ള വിഷയത്തിന് അടിവരയിടുകയും ചെയ്യുന്നു. സുസ്ഥിരവും ഏകീകൃതവുമായ ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന നിലയിൽ നീതിനിഷ്ഠമായ നേതൃത്വത്തിൻ്റെ ആവശ്യകതയും ധാർമ്മിക തത്വങ്ങളോടുള്ള പ്രതിബദ്ധതയും ആഖ്യാനം ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യൻ്റെ അഭിലാഷത്തിൻ്റെ കെണികൾ ഒഴിവാക്കാനുള്ള ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തോടുള്ള വിശ്വസ്തതയുടെ പ്രാധാന്യം ഈ അധ്യായം അടിവരയിടുന്നു. ടിപ്സ്. ഈ അധ്യായം സജീവമായി വായിക്കുക. പ്രധാന പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യുകയും പ്രധാന വ്യക്തികളുടെ റോളുകൾ മനസ്സിലാക്കുകയും ചെയ്യുക. യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളുമായോ വ്യക്തിപരമായ അനുഭവങ്ങളുമായോ ഉള്ളടക്കത്തെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് വിവരങ്ങൾ കൂടുതൽ അവിസ്മരണീയമാക്കും. പ്രധാന പോയിന്റുകൾ, പ്രധാനപ്പെട്ട ഉദ്ധരണികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്നിവ അടയാളപ്പെടുത്തുന്നതിന് ഹൈലൈറ്റ് ചെയ്യുകയോ അടിവരയിടുകയോ ചെയ്യുക. ഒരു പുനരവലോകനമായും തയ്യാറെടുപ്പായും വീഡിയോകൾ കാണുക. Thanks for watching. See you in the next edition. May God bless you all. Thank you once again and goodbye from Joseph.